കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ സ്നേഹിതരും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിന്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ നവംബർ മാസത്തിന്റെ ഏറ്റവും അവസാനത്തെ ആഴ്ചയിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ നവംബർ മാസം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മാസമായിരുന്നു. കാരണം നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തിലെ പ്രിയപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാസമാണ് ഈ നവംബർ മാസം. ഈ നവംബർ മാസത്തിന്റെ അവസാന ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ച് പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ വിവിധ പ്രത്യക്ഷപ്പെടലുകളിൽ നൽകിയ സന്ദേശങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ ഈ എപ്പിസോഡിലൂടെ പരിശ്രമിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന് വളരെ പ്രിയപ്പെട്ട മക്കളാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ അനുഭവം ലഭിച്ച പല വിശുദ്ധരുണ്ട്. നമുക്കറിയാം, ഒരുപാട് വിശുദ്ധർക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ നേരിട്ട് പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവത്തിൽ നിന്ന് പ്രത്യേകമായ അനുവാദം വാങ്ങി പ്രാർത്ഥന യാചിച്ചുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഓരോ വിശുദ്ധർക്കും പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇപ്രകാരം വിശുദ്ധർക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പല വിശുദ്ധർക്കും പ്രത്യക്ഷപ്പെട്ട് നൽകിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഇടപെടലിൽ വിശുദ്ധർ പങ്കുവെച്ചൊരു കാര്യപ്രകാരമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ വലിയ സഹനത്തിലൂടെ അഗ്നിശുദ്ധി ചെയ്യുന്ന അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. തിരുസഭ നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ വലിയ അഗ്നിയിൽ വെന്തുരുകുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് 2 പ്രാവശ്യം, പ്രത്യേകിച്ച് 2 രീതിയിൽ വലിയ ആശ്വാസവും കുളിർമയും ലഭിക്കുന്നുണ്ട് എന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ അനുഭവം ലഭിച്ച വിശുദ്ധർ പങ്കുവയ്ക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിശുദ്ധ കുർബാന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വലിയ ആശ്വാസമാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ പങ്കുവെച്ചത് ഇപ്രകാരമാണ്: വിശുദ്ധ കുർബാന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ അർപ്പിച്ച് കാഴ്ചവെക്കുമ്പോൾ, നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ, ആ വിശുദ്ധ കുർബാനയിൽ ചിന്തപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ അവർ പൊതിയപ്പെടുന്നു. ഈശോയുടെ രക്തം വരെ പൊതിയുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയുടെ ചൂട് അവർ കേൾക്കാതെ വലിയൊരു ആശ്വാസത്തിലേക്ക്, യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണത്തിലേക്ക് അവർ എടുക്കപ്പെടുന്നു. യേശുവിന്റെ തിരുരക്തത്തിന്റെ പ്രത്യേകമായ ഒരു സംരക്ഷണം ഓരോ വിശുദ്ധ ബലി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കുമ്പോഴും അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, സഭ നമ്മളോട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരുപാട് ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്മൾക്കൊക്കെ പ്രിയപ്പെട്ട വിശുദ്ധ പാതിര പിയോ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ പ്രത്യേക അനുഭവം ലഭിച്ച വിശുദ്ധനാണ് വിശുദ്ധ പാതിര പിയോ. വിശുദ്ധ പാതിര പിയോയെ അനേക ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ സന്ദർശിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അവരുടെ കാര്യങ്ങളൊക്കെ പാതിരപ്പയോട് പങ്കുവെച്ചിട്ടുണ്ട്. ഇവരോടൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ പാതിരപ്പയുടെ അടുത്ത് വരുമ്പോൾ വിശുദ്ധ പാതിരപ്പിയോ, അച്ഛനായിരുന്ന പാതിരപ്പ എന്താ പറഞ്ഞതെന്ന് അറിയാവോ? ഞാൻ എൻ്റെ അടുത്ത വിശുദ്ധ കുർബാനയിൽ നിങ്ങളെ സമർപ്പിച്ചു കൊള്ളാം. ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. ഓരോ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ
പാതിരപ്പയ്യ എത്രമാത്രം വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ അതനുസരിച്ച് കൂടുതൽ ആത്മാക്കൾ ഈ ദൈവത്തോട് അനുവാദം ചോദിച്ച് പാതിരപ്പയ്യയുടെ അടുത്ത് വരുമായിരുന്നു, വിശുദ്ധ ബലിയിലൊന്ന് ഓർമ്മിക്കണമേ എന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന വിശുദ്ധരുടെ ഈ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്: കർത്താവിന്റെ കാൽവരി മലയിലെ ബലിയിൽ നമ്മൾ അവരെ ഓർക്കുമ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് ആ ബലിയുടെ അനന്തമായ യോഗ്യത ലഭിക്കുകയാണ്. ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ ഏറ്റവും വലിയ വേദന എന്താണ്? ഈ അഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട ആ വലിയ ആ ഒരു വേദനയാണ് അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ ബലിയിലേക്ക് നമ്മൾ അവരെ ചേർത്ത് വയ്ക്കുമ്പോൾ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ വീണ്ടും അവർക്ക് അനുഭവിക്കുവാനാണ്, ആ ബന്ധം അനുഭവിക്കാനായിട്ട് സാധിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈശോയുടെ രക്തം അവരെ പൊതിയുന്നു. ഈശോയുടെ രക്തത്തിന്റെ സംരക്ഷണം ലഭിക്കുമ്പോൾ അഗ്നിയുടെ ചൂടിൽ നിന്ന് അവർക്ക് സംരക്ഷണം ലഭിക്കുന്ന പോലെ തന്നെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് ദൈവമായിട്ടുള്ള ഒരു ബന്ധം ഒരുപക്ഷേ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നത് കൊണ്ടുകൂടിയാകാം വിശുദ്ധ കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണെന്നാണ് നമ്മൾ വിശുദ്ധരുടെ ജീവിത അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മരിച്ചുപോയ നമ്മുടെ പൂർവികരെ കാരണവന്മാരൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി അവരുടെ ഓർമ്മ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. എന്നാൽ വർഷത്തിൽ ഒരിക്കലായിട്ട് അല്ല അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ നടത്തേണ്ടത്. അവരുടെയൊക്കെ ഓർമ്മ ദിവസം മാത്രമായി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചുരുങ്ങാൻ പാടില്ല. നമ്മൾ കൂടെ കൂടെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ നമ്മുടെ വികാരിച്ചിൻ്റെയൊക്കെ അടുത്ത് പോയി നമ്മൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ പൈസ കൊടുത്ത് കുർബാന അർപ്പിക്കാറുണ്ട്, ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മളൊക്കെ അനുദിന വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയും ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കണം. നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലി, അതുകൊണ്ടാണ് നമ്മൾ കുർബാന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഡെയിലി അനുദിന വിശുദ്ധ ബലി മുടങ്ങാതെ നമ്മൾ അർപ്പിക്കണമെന്ന് പറയാം. കാരണം സ്വർഗത്തിൽ വിശുദ്ധ ബലി, നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയുടെയും ശക്തി നമുക്ക് നമ്മുടെ അന്ത്യവിധിയുടെ ദിവസമാണ് നമുക്ക് മനസ്സിലാവുക. നമ്മൾ അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അതുകൊണ്ട് ഈ ലോകത്ത് വിശുദ്ധ ബലിയർപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കാതെ നമ്മൾ അനുദിനം നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ നടന്നു പോയോ വണ്ടിക്ക് പോയോ ഒക്കെ കുർബാന അർപ്പിക്കാൻ സാധിക്കുന്ന വിശുദ്ധ ബലി അർപ്പണം ചുറ്റുപാട് നടക്കുന്നുണ്ടെങ്കിൽ പാഴാക്കരുത്. ആ ഓരോ വിശുദ്ധ കുർബാനയും ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കണം. ലോകത്തെമ്പാടുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഓരോ വിശുദ്ധ ബലിയുടെ അനന്തമായ യോഗ്യത നമ്മൾ അർപ്പിക്കുന്ന പ്രത്യേക നിയോഗത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുകയാണ്, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്ന അർപ്പിക്കുന്ന വിശുദ്ധ ബലി കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. നമ്മൾ വികാരിച്ചിന്റെ അടുത്ത് പോയി ബലിയർപ്പിക്കാൻ പൈസ കൊടുത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അനുദിന വിശുദ്ധ കുർബാനയും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയിലും ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ സാന്നിധ്യമുണ്ട് എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ വിസ്മരിക്കരുത്. അവരുടെ വിശുദ്ധ കുർബാന അവർക്ക് വേണ്ടി അർപ്പിച്ച് കാഴ്ചവെക്കുമ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വലിയ ദൈവാനുഭവത്തിന്റെ വലിയ ആശ്വാസത്തിന്റെ നിമിഷമാണ് എന്ന് നാം വിശുദ്ധരുടെ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ അനുഭവത്തിലൂടെ തിരിച്ചറിയുകയാണ്. ഒന്ന്, അവർക്ക് ആദ്യമായി തന്നെ ഏറ്റവും ആശ്വാസം ലഭിക്കുന്നത്, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുന്നത് വിശുദ്ധ കുർബാന നമ്മൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഈ രണ്ടാമതായി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുന്ന എപ്പോഴാണെന്ന് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ വിശുദ്ധരോട് പങ്കുവെച്ചത് അവർ പറയുന്നത്, പരിശുദ്ധ കന്യകാമറിയം ശുദ്ധീകരണ സ്ഥലത്തെ സന്ദർശിക്കുമ്പോൾ അവർക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നതാണ് പറയുക. അതായത് ഈ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ അടുത്തേക്ക് പരിശുദ്ധി അമ്മ കടന്നു വരുമ്പോൾ അമ്മയുടെ വിശുദ്ധിയുടെ വലിയൊരു കുളിർമ അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഈ അഗ്നിയുടെ ഈ വലിയ ഈ ചൂട്
ഇല്ലാതാവുകയും അമ്മയുടെ വലിയൊരു സ്നേഹത്തിന്റെ സംരക്ഷണത്തിൽ ശുദ്ധീകരണ സ്ഥല ആത്മാക്കൾ ഏറ്റെടുക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് അവരോട് തന്നെ വിശുദ്ധർക്ക് പങ്കുവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ജപമാല ചൊല്ലി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുക. നമ്മളൊക്കെ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ജപമാലകളിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ജപമാലകളിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെന്ന നിലയിൽ നമ്മൾ നമ്മുടെ ജപമാലയിൽ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ സഹായത്തിനെത്തുകയാണ്. നിങ്ങളുടെ സഹോദരങ്ങളെ, ഇത് വലിയൊരു കാര്യമാണ്. പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തിന്റെ അനുഭവം നൽകിയ മറ്റു ചില വ്യക്തികളുണ്ട്. ചില വിശുദ്ധരെ പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്രകാരം പരിശുദ്ധ അമ്മ ഒരിക്കൽ ഒരു വിശുദ്ധയുമായ ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നപ്പോൾ അവർ ജപമാലയും കയ്യിലേന്തി ചെല്ലുകയാണ്. ഇപ്രകാരം ജപമാല കയ്യിലേന്തി ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന ഈ മക്കളോട് ശുദ്ധീകരണത്തിലെ ആത്മാക്കള് നിലവിളിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയം ചെയ്യണമേ, ഒരു ജപമാല എനിക്ക് വേണ്ടി കാഴ്ചവെക്കണമേ എന്നും പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമുള്ള ഈ പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് അനുഭവം നൽകിയ വിഷണറിമാര്, ദർശകര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ കണ്ട കാര്യങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന, ജപമാല പ്രാർത്ഥനയൊക്കെ പാഴായി പോകാതെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിയോഗങ്ങൾ സമർപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് അവർക്ക് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു സാന്നിധ്യം ലഭിക്കുകയാണെന്നും അമ്മയുടെ സാന്നിധ്യത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ വലിയ ആഹ്ലാദത്തിലേക്ക് കടന്നു വരികയാണെന്നും വലിയ ആശ്വാസം അനുഭവിക്കുകയാണ് എന്നും പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ ഫാത്തിമയിൽ പങ്കുവച്ച ഇപ്രകാരമാണ്: നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അവർ അത്രമാത്രം സഹനത്തിലാണ്. വീണ്ടും പ്രിയമുള്ള സഹോദരങ്ങളെ, 1846 പരിശുദ്ധ അമ്മ ലാസലറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അമ്മയുടെ ലാസലറ്റ് പ്രത്യക്ഷപ്പെടലിൽ പ്രത്യേകമായി അമ്മ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. ലാസലറ്റിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ കരഞ്ഞുകൊണ്ടാണ് അമ്മ ലാസലറ്റിൽ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ കണ്ണുനീര് ലാസലറ്റിൽ പൊഴിച്ചപ്പോൾ നമ്മുടെ ഓരോരുത്തരെയും പാപങ്ങൾ ഓർത്ത് പരിശുദ്ധ അമ്മ കരയുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യമുണ്ട്. മനുഷ്യൻ ഈ ലോകത്തിൽ പാപങ്ങളുടെ സുഖങ്ങളുടെ പുറകെ ഓടി പോകുന്നത് കൊണ്ട് അവർ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. ഈ ലോകത്തിൽ നമ്മളുടെ പ്രാർത്ഥന അത്രമാത്രം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ പറയുക, അവർ നിസ്സഹായരാണ്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. കാരണം അവർ ദൈവനീതിയാണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മളാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. നമ്മൾക്ക് മാത്രമാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കാനായിട്ട് സാധിക്കുക പ്രാർത്ഥനയിലൂടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നല്ലൊരു ശതമാനം, ദിവസത്തിന്റെ നല്ലൊരു സമയം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ അമ്മ ലാസലറ്റിൽ ആവശ്യപ്പെട്ടിരിക്കുക. അമ്മ കരയുന്ന ഇപ്രകാരമാണ്: ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഈ സഹനം അമ്മ കാണുന്നുണ്ട്. ഈ സഹനത്തിൽ ഇവരെ സഹായിക്കാനായിട്ട് തുനിയേണ്ട മനുഷ്യൻ അതിലേക്ക് കടന്നു വരാതെ പാപത്തിന്റെ സുഖങ്ങൾക്ക് പുറകെ ഓടി സമയം പാഴാക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമെല്ലാം നഷ്ടപ്പെടുത്തുന്നത് കണ്ട് വേദനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ കണ്ണീർ പൊഴിക്കുകയാ ലാസലറ്റില്. അപ്പൊ ലാസലറ്റ് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ വിസ്മരിച്ച് ജീവിക്കരുത്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ അവർക്ക് വേണ്ടി പല രീതിയിലും നിങ്ങളുടെ സമയം എടുത്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നിങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. പരിശുദ്ധ അമ്മയുടെ ലാസലറ്റിലെ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഒന്നാണ്, നമ്മൾ പാപം ചെയ്ത് സമയം നഷ്ടപ്പെടുത്തി പാഴാക്കി ദൈവത്തെ വേദനിപ്പിക്കുന്ന ആ നിമിഷങ്ങളൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ സഹനത്തിന്റെ അഗ്നിശുദ്ധിയിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ സഹായിക്കുവാനും അവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിച്ചു നമ്മുടെ ജീവിതങ്ങളെ ദൈവാനുഗ്രഹപ്രദമാക്കുവാനും പരിശ്രമിക്കുവാനാണ് പരിശുദ്ധ അമ്മ ലാസലറ്റിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുക. വീണ്ടും പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തന്ന മറ്റൊരു കാര്യം, പ്രിയമുള്ള സഹോദരങ്ങളെ, എക്വഡോറിലെ ക്വിറ്റോ എന്ന് പറയുന്ന സ്ഥലത്ത് 1594 ആ സമയത്ത് നമ്മൾ
16-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ അമ്മ മദർ മരിയാന ദി ടോറസ് ജീസസ് എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീക്ക് വലിയൊരു ദൈവാനുഭവത്തിലൂടെ കടത്തിവിട്ട ചരിത്ര സംഭവം നമുക്കറിയാം. വർഷങ്ങളായി ആ കാലഘട്ടത്തിൽ എക്വദോറിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടല് നടത്തിയ ഒരു സ്ഥലമാണ് എക്വദോറിലെ ക്വിറ്റോ എന്ന് പറയുന്ന സ്ഥലത്ത്. മദർ മരിയാന ആൻഡ് ടോറസ് ജീസസിലൂടെയാണ് പരിശുദ്ധ അമ്മ നടത്തിയത്. അവർ ലേഡി എ ഗുഡ് സക്സസ് എന്നാണ് അമ്മയുടെ ആ പ്രത്യക്ഷപ്പെടലിനെ അറിയപ്പെടുന്നത്. അവർ ലേഡി എ ഗുഡ് സക്സസ്. 4-5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ അമ്മ ഈ മകളെ ഒരുക്കുക, ഒരു ബലിയാത്മാവായി വലിയ സഹനത്തിലൂടെ കടത്തിവിട്ട് നമുക്ക് വേണ്ടി ഈ മകളെ പ്രാർത്ഥനയിൽ ഒരുക്കിയ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലാണ് എക്വദോറിൽ സംഭവിച്ചത്. നമുക്കറിയാം, നമ്മളിത് നേരത്തെ പല എപ്പിസോഡുകളിലും ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്രകാരം പരിശുദ്ധ അമ്മ എക്വദോറിലെ മദർ മരിയാന ആൻഡ് ടോറസ് ജീസസ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന വൈദികര് സന്യസ്തരുമായവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം പരിശുദ്ധ അമ്മ മദറിന് പറഞ്ഞു കൊടുത്തത് ഇപ്രകാരമാണ്: വൈദികരും സന്യസ്തരുമൊക്കെ ഈ ലോകത്ത് ദൈവത്തിന്റെ പ്രത്യേക വിളിയിലേക്ക് സ്വീകരിക്കപ്പെട്ടവരാ. ദൈവം സാധാരണ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലും വലിയ ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചവരാ. ദൈവം അവരെ അനുഗ്രഹിച്ചുയർത്തിയിരിക്കുക. എന്തിനു വേണ്ടി? സ്വർഗത്തിന് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അനുഗ്രഹിച്ചുയർത്തിയിരിക്കുക. അപ്പൊ ഈ ലോകത്ത് വൈദികരും സമർപ്പിതരൊക്കെ കർത്താവിന്റെ പ്രത്യേകമായ പ്രത്യേകമായ ഒരു സ്നേഹത്തിൽ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാ. തീർച്ചയായിട്ടും അവർക്ക് സ്വർഗത്തിൽ വലിയ ഒരു സ്ഥാനം ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മൾ, ദൈവത്തിന്റെ കരങ്ങൾ പിടിച്ച് അനുദിനം നടക്കേണ്ട നമ്മൾ പലപ്പോഴും ദൈവകരങ്ങളിൽ നിന്ന് കൈവിട്ടുപോയ നിമിഷങ്ങളുണ്ടാകാം. മാനുഷികമായ ബലഹീനതകളിൽ ഏതെങ്കിലും സാഹചര്യം ചില അവിശ്വസ്തകളൊക്കെ സംഭവിച്ച നിമിഷങ്ങൾ, ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നതിൽ നിറവേറ്റാതെ പോയ നിമിഷങ്ങൾ, ഇവിടൊക്കെ ദൈവത്തിന്റെ പദ്ധതി, എന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട പദ്ധതി എന്നിലൂടെ പൂർത്തീകരിക്കപ്പെടാതെ ആ പദ്ധതികൾ നഷ്ടപ്പെട്ടു പോയ ചില നിമിഷങ്ങൾ ഒരു വൈദികൻ എന്ന നിലയിൽ എന്നിലൂടെ ഇല്ലെങ്കിൽ സമർപ്പിതയിലൂടെ സംഭവിച്ച നിമിഷങ്ങൾ, ഇതൊക്കെ ദൈവസന്നിധിയിൽ വലിയ വലിയ ഗൗരവമേറിയ കാര്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ മദർ മരിയാനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന വൈദികരും സമർപ്പിതരും സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നതിലും കഠിനമായ സഹനത്തിലൂടെയാണ് അവർ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോവുക. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായി സമർപ്പിതർക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഉന്നത സ്ഥാനം ലഭിച്ചവർക്ക് കൂടുതൽ ശിക്ഷയുണ്ടാകും. ആ സ്ഥാനത്തോട് വിശ്വസ്ത പുലർത്താതെ ഈ ലോകത്ത് ജീവിക്കുന്ന കൂടുതൽ വലിയ ശിക്ഷ, മറ്റുള്ളവരെ കഴിഞ്ഞ് കഠിനമായ സഹനവും ശിക്ഷയും ഉണ്ടാകുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനെയാണ് പരിശുദ്ധ അമ്മ മദർ മരിയാനയ്ക്ക് എക്വദോറിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. അത് 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ശുദ്ധീകരണത്തിൽ കഴിയുന്ന സമർപ്പിതർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവരെ മറന്നു പോകരുത്. നമ്മൾ ചിന്തിക്കുന്ന പ്രകാരം പലപ്പോഴും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, കാരണവന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. എന്നാൽ നമുക്ക് മാമോദിസ നൽകിയ, അല്ലെങ്കിൽ നമ്മളെയൊക്കെ സൈർലേവനം നൽകിയ, അല്ലെങ്കിൽ നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ച് നൽകിയ, നമ്മുടെ വിവാഹം ആശീർവദിച്ച, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം വൈദികരെ സമർപ്പിതരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഇവരെ നമ്മൾ പലപ്പോഴും പ്രത്യേകമായി ഓർക്കാൻ സമയം കണ്ടെത്താറില്ല. നവംബർ മാസം 2-ാം തീയതി നമ്മൾ ഓർക്കുമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ അവരുടെ ഓർമ്മ ദിനത്തിലൊക്കെ ഓർക്കുമായിരിക്കാം. എന്നാൽ ഭൂരിഭാഗം വൈദികര സമർപ്പിതരൊക്കെ വിസ്മരിക്കും. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടാനായി ശുദ്ധീകരണ സ്ഥലത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന വൈദികരുടെയും സമർപ്പിത ആത്മാക്കളൊക്കെ മറ്റുള്ളവരുടെ നിന്ന് വിസ്മരിക്കപ്പെട്ടു പോവുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ പറയുകയാണ്, നമ്മൾ പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്തിലെ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വൈദികർക്ക് വേണ്ടി. അവർ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നതിലും കഠിനമായ സഹനത്തിലൂടെയാണ് ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിട്ടുണ്ട്. 1973 ജപ്പാനിലെ അക്കിത്ത എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ
ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഈ ലോകത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങളൊക്കെ നിങ്ങൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കണം. അക്കത്തിൽ പരിശുദ്ധം പറഞ്ഞുകൊണ്ട് പ്രകാരമാ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ വലിയ വേദനയിലാണ്, അവർ വളരെ കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ കൊച്ചു കൊച്ചു വേദനകളും വലിയ വലിയ വേദനകളും, നീ ഒരു രോഗിയാണെങ്കിൽ നിന്റെ ശരീരത്തിന്റെ നൊമ്പരങ്ങളൊക്കെ നിങ്ങൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കണം. ഇതാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയും വിശുദ്ധ അൽഫോൻസാമയും ഒക്കെ നമുക്ക് മുമ്പിൽ തരുന്ന വലിയ മാതൃക. അവരൊക്കെ രോഗത്തിന്റെ വലിയ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ, സഹനത്തിലൂടെ കടന്നുപോയപ്പോൾ, അവർക്ക് ശരീരം അനങ്ങാൻ പറ്റാത്ത വേദനയിൽ കടന്നു പോകുമ്പോൾ ഈ വേദന ഈശോയെ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നുവെന്ന് പറഞ്ഞ് അനേക ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് അവരുടെ ശാരീരികമായ സഹനം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചു. അങ്ങനെ അനേകം ആത്മാക്കളെ ശുദ്ധീകരണ സ്വർഗത്തിലേക്ക് പോകാൻ സഹായിച്ചു. അക്കത്തിൽ പരിശോധന പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ ശാരീരികമായ സഹനവും മാനസികമായ സഹനവും പിരിമുറക്കവും എല്ലാം നിങ്ങൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. പലപ്പോഴും നമുക്ക് മാനസികമായ പിരിമുറക്കങ്ങൾ സംഭവിക്കാറുണ്ട്. ചില വ്യക്തികളുടെ തിക്താനുഭവം ഉണ്ടാകും, മനസ്സ് വിഷമിക്കാറുണ്ട്. പല രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ. എൻ്റെ മനസ്സ് എപ്പോഴാണോ ഒരു അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നത്, ഉടനെ ആ അസ്വസ്ഥത, ആ വേദന, ആ സഹനം ഈശോയ്ക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ലോകത്തിലെ ചെറുതും വലുതുമായ ശാരീരികവും മാനസികവുമായ എല്ലാ വേദനകളും എല്ലാ സഹനങ്ങളും അത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അവർക്കത് വലിയ അനുഗ്രഹമായി മാറുമെന്ന് പരിശുദ്ധ അമ്മ തന്നെ അക്കത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ സഹോദരങ്ങളെ, ഞാൻ ഓർക്കുക, എനിക്ക് ഇടയ്ക്ക് ചിലപ്പോൾ ഈ നടുവേദന കുറച്ചിൽ നിന്നൊക്കെ കഴിയുമ്പോൾ നടുവേദന ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ ഞാനൊരു ദിവസം എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു നടുവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈശോയെ ഈ നടുവേദന ഞാൻ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. നമ്മൾ എന്നെ കാഴ്ചവെക്കും. ഞാൻ എപ്പോഴൊക്കെ എൻ്റെ ശാരീരികമായ വേദനകൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ കൊണ്ട് കാഴ്ചവെച്ചിട്ടുണ്ടോ, അന്നേരമൊക്കെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആ വേദന അപ്രത്യക്ഷമാകുന്ന ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ കൊണ്ട് കാഴ്ചവെക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഏതൊക്കെ ചെറുതും വലുതുമായ വേദനകളായിരിക്കാം, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകളൊക്കെ അതെല്ലാം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ കൊണ്ട് കാഴ്ചവെക്കുവാൻ അക്കിത്തയിലൂടെ പരിശുദ്ധം പറഞ്ഞു തരുമ്പോൾ പ്രിയമുള്ളവർ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു അനുഭവമായി മാറ്റുകയാണ്. നമ്മൾ ഇതൊക്കെ ചിലപ്പോൾ പഴിചാരി നഷ്ടപ്പെടുത്തുമ്പോൾ അത് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സഹായിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പരിശുദ്ധി പറയുക, നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ സഹനങ്ങളും നിങ്ങൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർത്ത്, മക്കളെ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി, നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കാൻ ആരുമില്ലാതെ ശുദ്ധീകരണത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി നിങ്ങൾ ചെറിയ ചെറിയ പരിഹാരം ചെയ്ത്, ത്യാഗങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കണം. അത് അവർക്ക് വലിയ ആശ്വാസമായി മാറും. അവരെ ശുദ്ധീകരണത്തിലെ അവരുടെ അവധി കുറച്ച് അവർക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ പരിഹാര പ്രവൃത്തികള്, നമ്മുടെ ത്യാഗ പ്രവൃത്തികള് സഹായകമാകും എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മെഡ്ജുഗോറിയിൽ 1981 പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ തുടർച്ചയായ പ്രത്യക്ഷപ്പെട്ടുകളിൽ പരിശുദ്ധ അമ്മ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവാൻ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അതും അമ്മ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മോട് പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്ത് പ്രാർത്ഥിക്കുവാനാണ് മെഡ്ജുഗോറിയിൽ ആവശ്യപ്പെട്ടിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും ഇപ്രകാരം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ അത്യാവശ്യം അമ്മ പറഞ്ഞു തരാറുണ്ട്. ഇത് നമ്മൾ ചിന്തിച്ച് നോക്കിയേ. ഈ നവംബർ മാസം നമ്മളിപ്പോൾ അവസാനത്തെ ആഴ്ചയിൽ എത്തിയിരിക്കുകയാണ്. ഈ നവംബർ മാസം എത്രമാത്രം ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ നമുക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മാസം നമ്മുടെ എത്ര സഹനങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. ഈ സഹനങ്ങളൊക്കെ ശുദ്ധീകരണത്തിലെ ആത്മാക്കളിൽ കാഴ്ചവെച്ച് ഒരുപക്ഷെ അവരെത്ര പേര് നമുക്ക് സഹായിക്കാമായിരുന്നു. പ്രാർത്ഥിക്കാനുള്ള എത്ര അവസരങ്ങൾ നമ്മൾ അലസത മൂലവും മറ്റു പല കാര്യങ്ങൾ കണ്ട് പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ലാസ്റ്റിൽ നമ്മോട് പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്ത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അമ്മ കരയുകയാണ്, വേദനിക്കുകയാണ്.
നമ്മുടെ മെച്ചൂരിയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ പറഞ്ഞത് ഇപ്രകാരം: മക്കളെ, ഈ ലോകത്ത് ജീവിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ദാഹിക്കുകയാണ് എന്ന് പരിശുദ്ധ അമ്മ മെച്ചൂരിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ അനുദിന പ്രാർത്ഥനകൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അവരെപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പരിശുദ്ധ അമ്മ പറയുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിവിധ പ്രത്യക്ഷപ്പെടലുകളിൽ നിന്ന് ലഭിച്ച നമുക്ക് സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റിക്കൊണ്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ നമുക്ക് അല്പം കൂടി സ്നേഹിക്കുവാനും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാനും നമ്മുടെ ചെറുതും വലുതുമായ വേദനകളും സഹനങ്ങളും നൊമ്പരങ്ങളും ഒക്കെ പാഴാക്കി കളയാതെ അതെല്ലാം ശുദ്ധീകരണത്തിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ച് കൃപയാക്കി മാറ്റുവാനുമുള്ള ഒരു വിളിയാണ് ഇന്ന് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത്. വിശുദ്ധ ഫൗസ്തീന, നമുക്കറിയാം, പലപ്പോഴും കർത്താവ് ഫൗസ്തീനാമയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അത്യാവശ്യകത പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫൗസ്തീനാമയെ ശുദ്ധീകരണ സ്ഥലത്തിൽ കൊണ്ടുപോയി കർത്താവ് കാണിച്ചിട്ടുണ്ട് ശുദ്ധീകരണ സ്ഥലം എന്താണെന്ന്. എന്നിട്ട് ശുദ്ധീകരണത്തിലെ ഈ വലിയ ദയനീയമായ അവസ്ഥ കണ്ട വിശുദ്ധ ഫൗസ്തീനാമയോട് കർത്താവ് പറഞ്ഞു: മകളെ, നിങ്ങൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. എൻ്റെ പീഡാസനങ്ങൾ കാഴ്ചവെച്ച് കരുണയുടെ ജപമാല ചൊല്ലി നീ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വിശുദ്ധ ഫൗസ്തീന നമുക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്തീന ഡയറിയിലൂടെ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കരുണക്കൊന്ത ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം സമയം നമുക്കുണ്ട്. നമുക്ക് സമയം ഒന്നും പാഴാക്കി കളയാതെ നമുക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കരുണക്കൊന്ത ചെല്ലിയും ത്യാഗങ്ങൾ ചെയ്തും പ്രായശ്ചിത്തം ചെയ്തും പരിഹാരം ചെയ്തും ജപമാല ചൊല്ലിയും ഒക്കെ നമുക്ക് അവരെ സഹായിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ഏതെങ്കിലും രോഗാവസ്ഥയിൽ നമ്മൾ ഈ കട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ രോഗിയെ കിടക്കുന്ന സാഹചര്യമൊക്കെ ആണെങ്കിലും നമുക്ക് കയ്യിൽ ജപമാല പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ജപമാല ചൊല്ലി നിരന്തരം പ്രാർത്ഥിക്കുക, കരുണക്കൊന്തയിൽ പ്രാർത്ഥിക്കുക. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കും. നമുക്കിപ്പോൾ വിശുദ്ധ ജത്രൂഡ് എന്ന് പറയുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ പ്രിയപ്പെട്ട ഒരു വിശുദ്ധയാണ്. ഈശോ വിശുദ്ധ ജത്രൂഡിന് പലപ്പോഴും പ്രത്യക്ഷപ്പെട്ട് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക വലിയ അനുഭവം ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ വലിയ അനുഭവം ലഭിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ ജത്രൂഡ്. വിശുദ്ധ ജത്രൂഡ് ഈശോ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. വിശുദ്ധ ജത്രൂഡ് ഇപ്രകാരം പറഞ്ഞു: ഈ ലോകത്ത് ആരെങ്കിലും ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ 1000 ആത്മാക്കളെ ഈശോ ശുദ്ധീകരണ സ്ഥലത്ത് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. അതോടൊപ്പം തന്നെ ഈ ലോകത്ത് അനേകം പാപികളുടെ മാനസാന്തരം സംഭവിക്കും. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ഉറക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് ഈ ലോകത്ത് അനേകര് ഈ പ്രാർത്ഥന മനഃപാഠമാക്കി ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം 5, 10, 50, 100 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ ഒരു മിഷനായിട്ട് ഈ പ്രാർത്ഥന ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരാൾ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ 1000 ആത്മാക്കളെ ഈശോ ശുദ്ധീകരണ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമെങ്കിൽ നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ചെല്ലുമ്പോൾ അനുദിനം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുക. എത്രമാത്രം ശുദ്ധീകരണത്തിലെ ആത്മാക്കളാണ് ശുദ്ധീകരണ സ്ഥലത്ത് സ്വർഗത്തിലേക്ക് പോകുവാൻ നമുക്ക് സഹായിക്കാൻ സാധിക്കുക. കാരണം നമുക്ക് ഒന്നു ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏറ്റുചൊല്ലിക്കുക: നിത്യപിതാവേ, അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധമായ രക്തം ഇന്ന് ലോകം മുഴുവനും അർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ബലിയോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലെ എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലെയും എൻ്റെ തലമുറയിലെയും സകല പാപികൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യം അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.